കുട്ടികളെപ്പോലെ ആകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളുടെ മുഖത്തു നോക്കിയാൽ കാണുന്ന നിഷ്കളങ്കതയുടെ പുഞ്ചിരിയുണ്ട്. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി അവർ ഒത്തുചേരുകയും ഒന്നിച്ച് കളിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന നന്മയുള്ള കാഴ്ചകൾ അനുദിനം കാണുന്നവരാണ് നാം. അവർക്കിടയിൽ മറ്റൊരു ചിന്തയുമില്ല. വളർന്നു വലുതായപ്പോൾ നമ്മിൽ നിന്നും അകന്നുപോയതും അത്തരത്തിലുള്ള ചിന്തകളാണ്. മനുഷ്യഭാവം അകന്നു പോകുന്നു. എവിടെയൊക്കെയോ നാം നമുക്കിടയിൽ നിർമ്മിക്കുന്ന മതിൽക്കെട്ടുകൾക്കിടയിൽ കിടന്ന് ഞെരുങ്ങുകയാണ് നാം ഓരോരുത്തരും. കുട്ടികളെപ്പോലെ ആകാൻ നമുക്ക്, നിഷ്കളങ്കതയോടെ പുഞ്ചിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഉള്ളിലെ കുട്ടിത്തത്തെ ഉണർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. കുട്ടിക്കാലത്തെ ഓർമ്മകളെ ഇന്നിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കട്ടെ. ഓരോ ശിശുക്കളെപ്പോലെ ആകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇടയ്ക്കെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കുട്ടികളെപ്പോലെ ആകുവാൻ നമുക്ക് ശീലിക്കാം. അവർ നൽകുന്ന നന്മ പാഠങ്ങളെ ചേർത്ത് വയ്ക്കാം. അവർക്കിടയിലെ കുസൃതികളെ നോക്കിക്കണ്ടുകൊണ്ട് അതിലൂടെ അവർ പകർന്നു തരുന്ന സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ സന്ദേശമുണ്ട്. അവയെ ചേർത്ത് വയ്ക്കാം. കുട്ടികളെ കണ്ട് പഠിക്കേണ്ട ചിലതുണ്ട്. അവയെ അതിൻ്റേതായ രീതിയിൽ പഠിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ശിശുദിനമാണ്. ശിശുക്കളെ സ്നേഹിച്ചിരുന്ന, പൂക്കളെ സ്നേഹിച്ചിരുന്ന ചാച്ചാജിയുടെ ജന്മദിനം. ശിശുക്കൾ നമുക്ക് പകർന്നു തരുന്ന ചിലതൊക്കെ ഉണ്ട് എന്ന തിരിച്ചറിവോടെ കുട്ടികളിൽ നിന്നും ചില നന്മ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ശിശുദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നിറഞ്ഞ സ്നേഹത്തോടെ നേരുന്നു. ചരിതം ത്യാഗനിർഭരം വീർചരിതം ഓർനിലങ്ങളിൽ പോരടിച്ചവർ അന്നു പോയ നീ സ്വാതന്ത്ര്യം. സ്നേഹമുകുളങ്ങൾ പൂത്തുവിടരുന്നൊരരുമനാടിത് കാത്തിടാം. വിഭജനത്തിന്റെ സ്വരമുയർത്തുന്ന കളകളെ മുളയിൽ ഉള്ളിടാം. നെഞ്ചേൽക്കാം മമ